ഉള്ളി കിലോ 100 രൂപ. രാവിലെ 8 മണിയാകുമ്പോൾ വരും, വൈകുന്നേരം 5 മണിയാകുമ്പോൾ പോവും. 300 റുപ്പീസ് അവർക്ക് കൂലിയായിട്ടുള്ളത്. 60 കിലോയാ? ഓ, ഇതൊരു ഉള്ളി ഇങ്ങനെ വൃത്തിയാക്കി കയറ്റി അയക്കുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ, കിട്ടിയില്ലായിരുന്നു. അതെ, 36 അല്ല 36 ഇത് ഞാൻ പറയാം, ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇവരിത് കയറ്റി അയക്കുമ്പോൾ മധുരയ്ക്ക് കയറ്റി അയക്കാൻ വേണ്ടി പോവാണ്. മധുരയിൽ നിന്ന് ഇത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഉള്ളിയാ. ഇത് 1 കിലോയ്ക്ക് 100 രൂപയേ ഉള്ളൂ. 1 കിലോയ്ക്ക് 100 രൂപ. 1 കിലോയ്ക്ക് 100 രൂപ. ആ, ഓക്കെ, താങ്ക് യു. അയ്യോ, கொஞ்சம் கொஞ்சம் அது வேணாம், அதுதான் இது தூக்கி கொடுக்கறதுக்கா? இது போடு, இப்படி மேல தூக்கி. அப்படியா? இங்க பாரு, அங்க பாரு. கொஞ்சம் மேட்ச் ஆக்குடா. இடடே. உள்ளி 100 ரூபா. கிலோ 100 ரூபா. ഉള്ളി കിലോ 100 രൂപ. ഓക്കെ, கூலியா 500 ரூபா. 500 രൂപ. ഇങ്ങ താഴെ വീണ ഉള്ളി എല്ലാമേ അള്ളിരുവോ? ആ, നോക്ക്. ஐயோ, நல்லா இருக்கா? கண்ணுல போய் விழுந்துரும். ஆ, ஓகே. ஆ, ஓகே ஓகே. அவர் ஏக நிங்க மட்டும் கொட்டாச்சு. ഞാനും അങ്ങനെ കുടഞ്ഞൊക്കെ ഇട്ടു. അത് ഒരുപാട് വെയിറ്റ് അല്ലേ, അപ്പൊ അത്ര എൻ്റെ തന്നില്ല, പിന്നെ കുറച്ച് എൻ്റെ തന്നു. ആ, നല്ല വലിയ വലുതാ, ഒട്ടും ചെറുതല്ലല്ലോ. കേരള ആ, சுத்தி பார்க்க வந்தது. கையில இருக்கும் போது சீத்தி ஆகலையா, நாங்க வீட்டு செல்லும் போது 1.5 month ஆகும். அப்ப இது கேரி பண்ண முடியல, சீத்தி ஆயிடும். நாங்க தமிழ்நாடு ஃபுல்லா சுத்தி பார்த்துட்டே இருக்கேன், டிராவலிங். 1.5 month, 1.5 மாசம். இதெல்லாம் இன்னைக்கு எடுக்குமா? இன்னைக்கு நாளைக்கு காலையில எப்போ வரும்? 8 மணி. ஈவினிங் 5 மணி. ஓகே. ஓ,
லஞ்ச் எப்படி 1 o'clock எப்படி நீங்க கொண்டு வராங்களா அதா கொண்டு வருவோம் എന്താ ചോദിച്ചു മനസ്സിലാക്കിയേ ആ അല്ല അവര് ഇവിടുത്തെ ജോലി ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ പറയുമായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് രാവിലെ 8 മണിയാകുമ്പോൾ വരും വൈകുന്നേരം 5 മണിയാകുമ്പോൾ പോവും 300 റുപ്പീസ് അവർക്ക് കൂലിയായിട്ടുള്ളത് இதோட கிருஷி முடிஞ்சாச்சா முடிஞ்சாச்சா நாளைக்கு தான் அது இல்லம்மா இந்த வெங்காயம் கிருஷி அக்ரிகல்ச்சர் முடிஞ்சாச்சா எங்க இதோட கிருஷி எங்க அந்த பக்கம் അല്ല ഞാൻ ചോദിക്കായിരുന്നു ഈ ഉള്ളിയുടെ കൃഷി കഴിഞ്ഞോന്ന് അപ്പോൾ ഇല്ല കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ വിളവ് കഴിഞ്ഞു ഇനി അടുത്ത അപ്പുറത്താണ് അവരിത് ചെയ്യുന്നത് വിളവിട്ടേക്കുന്നത് 60 കിലോയാ ഓ അത് എക്സ്പോർട്ടിങ് നമുക്കുള്ള ഉള്ളി കാണണ്ടേ അവിടെ ആണെന്ന് തോന്നുന്നു കൃഷി അല്ലേ ഫിനിഷ അന്നേരം ഉള്ളി സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് തൊട്ടിപ്പുറത്ത് കാണുന്ന എന്താ പറയുക വിശാലമായ ഒരു സ്ഥലമാണ് എന്താ ഇവിടെ നട്ടിരിക്കുന്നത് ഇവിടെ നട്ടിരിക്കുന്നത് ബീട്രൂട്ടാ ഞാൻ ഇവിടെ ചെയ്യുന്നവരുടെ ചോദിച്ചപ്പം ഇവര് വാഴ ബീട്രൂട്ട് ഉള്ളി അങ്ങനെയാണ് അതായത് ആദ്യം ഉള്ളി പിന്നെ ബീട്രൂട്ട് പിന്നെ വാഴ അങ്ങനെ 3 ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കേ അങ്ങനെ നട്ടിരിക്കുന്ന സ്ഥലമാണ് ഫുള്ള് കൊറേ ഇങ്ങനെ നട്ടിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ കുറെ ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്നിടത്ത് ഫുൾ ഇതായിട്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താലോ നമ്മൾ ഉള്ളി സംഭരിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റോർ റൂമാണ് കേട്ടോ ഈ സ്റ്റോർ സാധാരണ നമുക്ക് ഒരു ഗോഡൗൺ പണിയിട്ട് അതിനകത്തല്ലേ എല്ലാം അൺലോഡ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഉള്ളി അങ്ങനെ ചെയ്യാൻ കഴിയില്ല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇതാണൊക്കെ ഒരു ചെറിയൊരു കൂടാരം പണി കൂടാരം എന്ന് പറയാൻ പറ്റുന്ന നീളത്തിലുള്ള ഒരു റൂം മൂലം പണിയുമാണ് ചെറിയ വീതിയുള്ള ഏകദേശം ഇത്രയും വീതി എന്ന് പറയുമ്പോൾ ഒരു 1.5 അടിക്കകത്ത് മാത്രമേ കാണത്തുള്ളൂ അത് ഈറ്റ കൊണ്ട് നിർമ്മിച്ച് ഈറ്റാണ് സൈഡ് വെച്ചിരിക്കുന്നുണ്ടോ ഫുള്ള് കട കെട്ടിയതിന് ശേഷം തടി കൊണ്ട് കെട്ടിയതിന് ശേഷം അതിനകത്ത് ഈറ്റയും പിന്നെ ഓലയുടെ നമ്മൾ ആ മടലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥാനം വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് ഫുള്ള് ഉള്ളി ലോഡ് ചെയ്തിരിക്കുവാണ് നമ്മളൊന്ന് കണ്ട് അപ്പുറ സൈഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഉള്ളി ഇരിക്കുന്നത് ഇത് മൊത്തം ഉള്ളിയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഉള്ളിയാണ് ഇത് സീസൺ ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൃഷി ചെയ്ത് ഇത് കണക്ക് സ്റ്റോർ ചെയ്ത് വെക്കും സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഓഫ് സീസൺ ആകുമല്ലേ ആ സമയത്ത് ഇവർ കയറ്റുമതി ചെയ്യും അല്ലെങ്കിൽ കയറ്റി വിടും പല പല സ്ഥലങ്ങളിലോട്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് കഴിക്കുക ഈ ഒരു ഉള്ളി ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് പിന്നെ എൻ്റെ മേൽക്കൂര എല്ലാം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഓല കൊണ്ടാണ് കേട്ടോ ഓല കൊണ്ടാണ് മേൽക്കൂര ചെയ്തിരിക്കുന്നത് ചൂടടിക്കരുത് അതാണ് മെയിനായിട്ട് അവരുടെ ലക്ഷ്യമേ ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഉള്ളു വീതിയാണ് വളരെ കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരടിക്കകത്ത് മാത്രമേ വീതിയാണ് 1.5 അടി ഫുള്ള് ആണെങ്കിൽ പോലും ഉള്ളു ഒരടിക്കകത്ത് മാത്രമേ വീതിയുള്ളൂ നീളം കൊണ്ട് ഒരു 10-30-40 മീറ്റർ എത്ര 30-40 മീറ്ററോളം നീളവും കാണും നല്ല നീളം കിടക്കുവാണ് നല്ല നീളത്തിൽ കിടക്കുവാണ് അവിടെ ഇതാണ് കഴകൊണ്ട് അപ്പുറം ഇപ്പുറം കെട്ടിയതിന് ശേഷം അതിനകത്ത് ഇതാണ് ചെറുതായിട്ട് പാർട്ടിഷൻ അല്ലെങ്കിൽ പാർട്ടിഷൻ എന്ന് പറയില്ല ഇതണക്കുള്ള ഈറ്റ കൊണ്ട് ഇങ്ങനെ കുത്തി നിർത്തും സൈഡ് ഭിത്തി പോലെ അതിനകത്താണ് ഈ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പൊ അവർ കയറ്റി അയച്ചോണ്ടിരിക്കും അല്ലേ എവിടെ പോയേക്കുന്നത് ഇപ്പൊ ഇവരിത് കയറ്റി അയക്കുന്ന മധുരക്കാണ് മധുരന്ന് പിന്നെ ഇത് അത് വിദേശ രാജ്യങ്ങളിലോട്ട് പോകില്ലേ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് അവരുടെ സാലറി പറഞ്ഞിട്ടോ ഡെയിലി 300 രൂപ ആ സ്ത്രീ അവര് അമ്മമാരുണ്ടല്ലോ രാവിലെ ഇവിടെ 5 മണിക്ക് വരും 8 മണിക്ക് വരും 5 മണിയാകുമ്പോൾ തിരിച്ചു പോകും അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ വെറും 300 രൂപയാണ് കൃഷി ചെയ്ത അല്ലേ
നമ്മളെ നാട്ടിൽ എത്ര രൂപ കിട്ടും ഇപ്പം? 1000 1200 പിന്നെ എങ്ങനെ പോയാലും 1000-800 രൂപ പെണ്ണുങ്ങൾ മേടിക്കുമല്ലേ? അന്നേരം ഇതാണ് ഇവിടുത്തെ വിശേഷം കേട്ടോ. ഫുള്ള് കണ്ടോ, എനിക്കൊന്നും ഇവിടെ നേരത്തെ ഉള്ളി ആയിരുന്നു, കാരണം ഇവിടെ ഉള്ളിയുടെ ചെറിയ കണ്ടോ, ഉള്ളിയുടെ ചെറിയ. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ഇവിടെ ആദ്യം ഉള്ളി, പിന്നെ അതിന്റെ പുറകില് ബീട്രൂട്ട്, അതിന്റെ പുറകില് വാഴ. അങ്ങനെ മൂന്ന് ടൈപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നല്ലേ. ഹാഫ് അതെല്ലാം വാഴയാണ് കേട്ടോ. നിലവിൽ എന്ന് പറഞ്ഞാൽ അവിടെ ബീട്രൂട്ട് നട്ടിരുന്നായിരിക്കും നേരത്തെ. ആ ബീട്രൂട്ട് എല്ലാം എടുത്തതിനു ശേഷം പിന്നെ അവിടെ ചെയ്യുന്ന വാഴയാണ്. ആദ്യം അവിടെ ഉള്ളി ആയിരുന്നായിരിക്കും കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവർ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അപ്പുറത്തെ സൈഡിൽ ഇവർ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ട്. ഇനി അവിടുത്തെ വിളവ് എടുത്തോ എന്നുള്ളതിനെ ഇനി പറ്റി എനിക്കറിയില്ല. നമ്മ പറഞ്ഞില്ല, ഇവരുടെ ഒരു സംസാരം നമുക്ക് ആ ഒരു ഇവരുടെ രീതി പിടികിട്ടത്തില്ല. കുറച്ച് കയ്യിലെടുത്താലോ? അടിപൊളി കേട്ടോ. ഇത് സംഭവം ഇത് ഉള്ളി നല്ല രീതിയിൽ ഉണങ്ങി കിടക്കും കേട്ടോ. നല്ല സമയം എടുത്തിയാ. കാരണം ഇങ്ങനെ ഒരു മാസത്തിന് മേളിൽ 1.5 മാസത്തിന് മേളിലായി കാണും ഉള്ളി. ഇനി അവരെന്താ ചെയ്യുന്ന അറിയോ? അല്ല, ഇത് ആദ്യം ഒരു കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അവർ കയറ്റുമതി ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതിനൊക്കെ പാത്രത്തിൽ എടുത്തിട്ട് ഫാനിന്റെ ചോട്ടിയിട്ട് കുടഞ്ഞ് തൊലി കളഞ്ഞ് ചാക്കിനകത്താക്കി കയറ്റി വിടും. ആണല്ലേ? അതെ. അന്നേരം ഇവിടെ വന്നിട്ട് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടം മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഇല്ലായിരുന്നു. അവരെ മുന്തിരിത്തോട്ടം ഫുള്ള് കവർ ചെയ്തിരിക്കുക. നമുക്ക് ആൾക്കാർക്ക് കയറി കാണാൻ വേണ്ടി കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ കവർ ചെയ്ത് വെച്ചിരിക്കുക. ഫിനിഷാ. അന്നേരം ഉള്ളി സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്ന എന്താ പറയുക, വിശാലമായ ഒരു സ്ഥലമാണ്. എന്താ ഇവിടെ നട്ടിരിക്കുന്നത്? ഇവിടെ നട്ടിരിക്കുന്നത് ബീട്രൂട്ടാ. ഞാനേ ഇവിടെ ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പം ഇവര് വാഴ, ബീട്രൂട്ട്, ഉള്ളി അങ്ങനെയാണ്. അതായത് ആദ്യം ഉള്ളി, പിന്നെ ബീട്രൂട്ട്, പിന്നെ വാഴ, അങ്ങനെ 3 ടൈപ്പായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നട്ടിരിക്കുന്ന സ്ഥലമാണ്. കൊറേ ഇങ്ങനെ നട്ടിട്ടുണ്ട്. നോക്കി, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ലേ? കുറെ ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്നിടത്ത് ഫുള്ള് ഇതായിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തിയാലോ? നമ്മൾ ഉള്ളി സംഭരിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റോർ റൂമാണ് കേട്ടോ. ഈ സ്റ്റോർ സാധാരണ നമുക്ക് ഒരു ഗോഡൗൺ പണിയിട്ട് അതിനകത്തല്ലേ എല്ലാം അൺലോഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഉള്ളി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇതാണൊക്കെ ഒരു ചെറിയൊരു കൂടാരം എന്ന് പറയാൻ പറ്റുന്ന നീളത്തിലുള്ള ഒരു റൂം മൂലം പണിയുമാണ്. ചെറിയ വീതിയുള്ള, ഏകദേശം ഇത്രയും വീതി എന്ന് പറയുന്നത് ഒരു 1.5 അടിക്കകത്ത് മാത്രമേ കാണത്തുള്ളൂ. അത് ഈറ്റ കൊണ്ട് നിർമ്മിച്ച്, ഈറ്റയാണ് സൈഡ് വെച്ചിരിക്കുന്നുണ്ടോ. ഫുള്ള് കഴ കെട്ടിയതിനു ശേഷം, തടി കൊണ്ട് കെട്ടിയതിനു ശേഷം അതിനകത്ത് ഈറ്റയും പിന്നെ ഓലയുടെ നമ്മൾ ആ മടലെന്ന് പറഞ്ഞിട്ടോ ആ സ്ഥാനവും വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് ഫുള്ള് ഉള്ളി ലോഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഒന്ന് കണ്ട് അപ്പുറം സൈഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഉള്ളി ഇരിക്കുന്നത്. ഇത് മൊത്തം ഉള്ളിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഉള്ളിയാണ്. ഇത് ഓഫ് സീസൺ ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൃഷി ചെയ്ത് ഇത് കണക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഓഫ് സീസൺ ആകുമല്ലേ, ആ സമയത്ത് ഇവർ കയറ്റുമതി ചെയ്യും, അല്ലെങ്കിൽ കയറ്റി വിടും പല സ്ഥലങ്ങളിലോട്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് ഈ ഒരു ഉള്ളി ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. പിന്നെ എൻ്റെ മേൽക്കൂര എല്ലാം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഓല കൊണ്ടാണ് കേട്ടോ. ഓല കൊണ്ടാണ് മേൽക്കൂര ചെയ്തിരിക്കുന്നത്. അടിക്കരുത്, അതാണ് മെയിനായിട്ട് അവരുടെ ലക്ഷ്യമേ. ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ വീതിയാണ് വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഒരടിക്കകത്ത് മാത്രമേ വീതിയാണ്. 1.5 അടി ഫുള്ള് ആണെങ്കിൽ പോലും ഒരടിക്കകത്ത് മാത്രമേ വീതിയുള്ളൂ. നീളം കൊണ്ട് ഒരു 10-30-40 മീറ്റർ, 30-40 മീറ്ററോളം നീളവും കാണും. നല്ല നീളം കിടക്കുവാണ്, നല്ല നീളത്തിൽ കിടക്കുവാണ്. അവിടെ ഇതാണ് ഒരു കഴകുണ്ട്. അപ്പുറം ഇപ്പുറം കെട്ടിയതിന് ശേഷം അതിനകത്ത് ഇതാണ് ചെറുതായിട്ട് പാർട്ടിഷൻ, അല്ലെങ്കിൽ പാർട്ടിഷൻ എന്ന് പറയില്ല, ഇതണക്കുള്ള ഈറ്റ കൊണ്ട് ഇങ്ങനെ കുത്തി നിർത്തും. സൈഡ് ഭിത്തി പോലെ അതിനകത്താണ് ഈ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ അവർ കയറ്റി അയച്ചോണ്ടിരിക്കുവല്ലേ? എവിടെ പോയേക്കുന്നത്? ഇപ്പൊ ഇവരിത് കയറ്റി അയക്കുന്ന മധുരക്കാണ്. മധുരന്ന് പിന്നെ ഇത് വിദേശ രാജ്യങ്ങളിലോട്ട് പോവില്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അവരുടെ സാലറി പറഞ്ഞിട്ടോ ഡെയിലി 300 രൂപ. ആ സ്ത്രീ അവര് അമ്മമാരുണ്ടല്ലോ, രാവിലെ ഇവിടെ 5 മണിക്ക് വരും. 8 മണിക്ക് വരും, 5 മണിയാകുമ്പോൾ തിരിച്ചു പോകും. അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ വെറും 300 രൂപയാണ് കൃഷി ചെയ്തല്ലേ. നമ്മളെ നാട്ടിൽ എത്ര രൂപ കിട്ടും ഇപ്പം? 1000 1200 പിന്നെ എങ്ങനെ പോയാലും 1000-800 രൂപ പെണ്ണുങ്ങൾ മേടിക്കുമല്ലേ? അന്നേരം ഇതാണ് ഇവിടുത്തെ വിശേഷം കേട്ടോ. ഫുള്ള് കണ്ടോ, എനിക്കൊന്നും ഇവിടെ നേരത്തെ ഉള്ളി ആയിരുന്നു, കാരണം ഇവിടെ ഉള്ളിയുടെ ചെറിയ കണ്ടോ, ഉള്ളിയുടെ ചെറിയ. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ഇവിടെ ആദ്യം ഉള്ളി, പിന്നെ അതിന്റെ പുറകില് ബീട്രൂട്ട്, അതിന്റെ പുറകില് വാഴ. അങ്ങനെ മൂന്ന് ടൈപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നല്ലേ. ഹാഫ് അതെല്ലാം വാഴയാണ് കേട്ടോ. നിലവിൽ എന്ന് പറഞ്ഞാൽ അവിടെ ബീട്രൂട്ട് നട്ടിരുന്നായിരിക്കും നേരത്തെ. ആ ബീട്രൂട്ട് എല്ലാം എടുത്തതിനു ശേഷം പിന്നെ അവിടെ ചെയ്യുന്ന വാഴയാണ്. ആദ്യം അവിടെ ഉള്ളി ആയിരുന്നായിരിക്കും കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവർ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അപ്പുറത്തെ സൈഡിൽ ഇവർ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ട്. ഇനി അവിടുത്തെ വിളവ് എടുത്തോ എന്നുള്ളതിനെ ഇനി പറ്റി എനിക്കറിയില്ല. നമ്മ പറഞ്ഞില്ല, ഇവരുടെ ഒരു സംസാരം നമുക്ക് ആ ഒരു ഇവരുടെ രീതി പിടികിട്ടത്തില്ല. കുറച്ച് കയ്യിലെടുത്താലോ? അടിപൊളി കേട്ടോ. ഇത് സംഭവം ഇത് ഉള്ളി നല്ല രീതിയിൽ ഉണങ്ങി കിടക്കും കേട്ടോ. നല്ല സമയം എടുത്തിയാ. കാരണം
ഇങ്ങനെ ഒരു മാസത്തിന് മേളിൽ 1.5 മാസത്തിന് മേളിലായി കാണും ഉള്ളി. ഇനി അവരെന്താ ചെയ്യുന്ന അറിയോ? ഇത് ഇനി കയറ്റിയായി അല്ല, ഇത് ആദ്യം ഒരു കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അവർ കയറ്റുമതി ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതെനിക്ക് പാത്രത്തിൽ എടുത്തിട്ട് ഫാനിന്റെ ചുവട്ടിയിട്ട് കുടഞ്ഞ് തൊലി കളഞ്ഞ് ചാക്കിനകത്താക്കി കയറ്റി വിടും അല്ലേ? അതെ. അന്നേരം ഇവിടെ വന്നിട്ട് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടം മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഇല്ല. അവരെ മുന്തിരിത്തോട്ടം ഫുള്ള് കവർ ചെയ്തിരിക്കുക. നമുക്ക് ആൾക്കാർക്ക് കയറി കാണാൻ വേണ്ടി കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ കവർ ചെയ്ത് വെച്ചിരിക്കുക. ഫിനിഷ. അന്നേരം ഉള്ളി സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്ന എന്താ പറയുക, വിശാലമായ ഒരു സ്ഥലമാണ്. എന്താണ് നട്ടിരിക്കുന്നത്? ഇവിടെ നട്ടിരിക്കുന്നത് ബീട്രൂട്ടാ. ഞാൻ ഇവിടെ ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പം ഇവര് വാഴ, ബീട്രൂട്ട്, ഉള്ളി അങ്ങനെയാണ്. അതായത് ആദ്യം ഉള്ളി, പിന്നെ ബീട്രൂട്ട്, പിന്നെ വാഴ, അങ്ങനെ 3 ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നട്ടിരിക്കുന്ന സ്ഥലമാണ്. കൊറേ ഇങ്ങനെ നട്ടിട്ടുണ്ട്. നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ? കുറെ ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്നിടത്ത് ഫുൾ ഇതായിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താലോ. നമ്മൾ ഉള്ളി സംഭരിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റോർ റൂമാണ് കേട്ടോ. ഈ സ്റ്റോർ സാധാരണ നമുക്ക് ഒരു ഗോഡൗൺ പണിയിട്ട് അതിനകത്തല്ലേ എല്ലാം അൺലോഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഉള്ളി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇതാണൊക്കെ ഒരു ചെറിയൊരു കൂടാരം എന്ന് പറയാൻ പറ്റുന്ന നീളത്തിലുള്ള ഒരു റൂം മൂലം പണിയുമാണ്. ചെറിയ വീതിയുള്ള, ഏകദേശം ഇത്രയും വീതി എന്ന് പറയുന്നത് ഒരു 1.5 അടിക്കകത്ത് മാത്രമേ കാണത്തുള്ളൂ. അത് ഈറ്റ കൊണ്ട് നിർമ്മിച്ച്, ഈറ്റയാണ് സൈഡ് വെച്ചിരിക്കുന്നുണ്ടോ. ഫുള്ള് കട കെട്ടിയതിന് ശേഷം, തടി കൊണ്ട് കെട്ടിയതിന് ശേഷം അതിനകത്ത് ഈറ്റയും പിന്നെ ഓലയുടെ നമ്മൾ ആ മടലെന്ന് പറഞ്ഞിട്ടോ ആ സ്ഥാനവും വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് ഫുള്ള് ഉള്ളി ലോഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഒന്ന് കണ്ട് അപ്പുറം സൈഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഉള്ളി ഇരിക്കുന്നത്. ഇത് മൊത്തം ഉള്ളിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഉള്ളിയാണ്. ഇത് ഓഫ് സീസൺ ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൃഷി ചെയ്ത് ഇത് കണക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഓഫ് സീസൺ ആവുമല്ലേ, ആ സമയത്ത് ഇവർ കയറ്റുമതി ചെയ്യും, അല്ലെങ്കിൽ കയറ്റി വിടും പല സ്ഥലങ്ങളിലോട്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് ഈ ഒരു ഉള്ളി ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. പിന്നെ എൻ്റെ മേൽക്കൂര എല്ലാം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഓല കൊണ്ടാണ് കേട്ടോ. ഓല കൊണ്ടാണ് മേൽക്കൂര ചെയ്തിരിക്കുന്നത്. ചൂടടിക്കരുത്, അതാണ് മെയിനായിട്ട് അവരുടെ ലക്ഷ്യമേ. ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഉള്ളു വീതിയാണ് വളരെ കുറവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരടിക്കകത്ത് മാത്രമേ വീതിയാണ്. 1.5 അടി ഫുള്ള് ആണെങ്കിൽ പോലും ഉള്ളു ഒരടിക്കകത്ത് മാത്രമേ വീതിയുള്ളൂ. നീളം കൊണ്ട് ഒരു 10-30-40 മീറ്റർ, 30-40 മീറ്ററോളം നീളവും കാണും. നല്ല നീളം കിടക്കുവാണ്, നല്ല നീളത്തിൽ കിടക്കുവാണ്. ഇതാണ് കഴകുണ്ട്. അപ്പുറം കെട്ടിയതിന് ശേഷം അതിനകത്ത് ഇതാണ് ചെറുതായിട്ട് പാർട്ടിഷൻ, അല്ലെങ്കിൽ പാർട്ടിഷൻ എന്ന് പറയില്ല, ഇതണക്കുള്ള ഈറ്റ കൊണ്ട് ഇങ്ങനെ കുത്തി നിർത്തും. സൈഡ് ഭിത്തി പോലെ അതിനകത്താണ് ഈ ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ അവർ കയറ്റി അയച്ചോണ്ടിരിക്കും അല്ലേ? എവിടെ പോയേക്കുന്നത്? ഇപ്പൊ ഇവരിത് കയറ്റി അയക്കുന്ന മധുരക്കാണ്. മധുരന്ന് പിന്നെ ഇത് അത് വിദേശ രാജ്യങ്ങളിലോട്ട് പോകില്ലേ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ സാലറി പറഞ്ഞിട്ടോ ഡെയിലി 300 രൂപ. ആ സ്ത്രീ അവര് അമ്മമാരുണ്ടല്ലോ, രാവിലെ ഇവിടെ 5 മണിക്ക് വരും. 8 മണിക്ക് വരും, 5 മണിയാകുമ്പോൾ തിരിച്ചു പോകും. അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ വെറും 300 രൂപയാണ് കൃഷി ചെയ്തല്ലേ. നമ്മളെ നാട്ടിൽ എത്ര രൂപ കിട്ടും ഇപ്പം? 1000-1200 പിന്നെ എങ്ങനെ പോയാലും 1000-800 രൂപ പെണ്ണുങ്ങൾ മേടിക്കും അല്ലേ. അന്നേരം ഇതാണ് ഇവിടുത്തെ വിശേഷം കേട്ടോ. ഫുള്ള് കണ്ടോ. എനിക്കൊന്നും ഇവിടെ നേരത്തെ ഉള്ളി ആയിരുന്നു, കാരണം ഇവിടെ ഉള്ളിയുടെ ചെറിയ കണ്ടോ, ഉള്ളിയുടെ ചെറിയ അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ഇവിടെ ആദ്യം ഉള്ളി, പിന്നെ അതിന്റെ പുറകില് ബീട്രൂട്ട്, അതിന്റെ പുറകില് വാഴ. അങ്ങനെ 3 ടൈപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഹാഫ് അതെല്ലാം വാഴയാണ് കേട്ടോ. നിലവിൽ എന്ന് പറഞ്ഞാൽ അവിടെ ബീട്രൂട്ട് നട്ടിരുന്നായിരിക്കും നേരത്തെ. ആ ബീട്രൂട്ട് എല്ലാം എടുത്തതിന് ശേഷം പിന്നെ അവിടെ ചെയ്യുന്ന വാഴയാണ്. ആദ്യം ഇവിടെ ഉള്ളി ആയിരുന്നായിരിക്കും കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവർ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ടല്ലേ അപ്പുറത്തെ സൈഡിൽ ഇവർ ഉള്ളി കൃഷി ചെയ്യുന്നുണ്ട്. ഇനി അവിടുത്തെ വിളവ് എടുത്തോന്നുള്ളതിനെ ഇനി പറ്റി എനിക്കറിയില്ല. നമ്മ പറഞ്ഞില്ല, ഇവരുടെ ഒരു സംസാരം നമുക്ക് ആ ഒരു ഇവരുടെ രീതി പിടികിട്ടത്തില്ല. കുറച്ച് കയ്യിലെടുത്താലോ? അടിപൊളി കേട്ടോ. ഇത് സംഭവം ഇത് ഉള്ളി നല്ല രീതിയിൽ ഉണങ്ങി കിടക്കും കേട്ടോ. നല്ല സമയം എടുത്തിയാ. കാരണം ഇങ്ങനെ ഒരു മാസത്തിന് മേളിൽ 1.5 മാസത്തിന് മേളിലായി കാണും ഉള്ളി. ഇനി അവരെന്താ ചെയ്യുന്ന അറിയോ? ഇത് ഇനി കയറ്റിയായി. അല്ല, ഇത് ആദ്യം ഒരു കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അവർ കയറ്റുമതി ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതെനിക്ക് പാത്രത്തിൽ എടുത്തിട്ട് ഫാനിന്റെ ചുവട്ടിയിട്ട് കുടഞ്ഞ് തൊലി കളഞ്ഞ് ചാക്കിനകത്താക്കി കയറ്റി വിടും അല്ലേ? അതെ. അന്നേരം ഇവിടെ വന്നിട്ട് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടം മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഇല്ല. അവരെ മുന്തിരിത്തോട്ടം ഫുള്ള് കവർ ചെയ്തിരിക്കുക. നമുക്ക് ആൾക്കാർക്ക് കയറി കാണാൻ വേണ്ടി കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ കവർ ചെയ്ത് വെച്ചിരിക്കുക. ഹായ് കൂട്ടരെ, അന്നേരം തേനി വന്നുള്ള വിഷമം ഞങ്ങളെ മാറി. ഒരു ഉള്ളിത്തോട്ടം കാണാൻ പറ്റി. ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പലയിടത്തൊന്നും അറിയത്തില്ല. നമ്മളെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും അറിയത്തില്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അന്നേരം അറിയുന്നവരായാലും അറിയാത്തവരായാലും
നല്ല രീതിയിൽ കമന്റ് ചെയ്യുക അല്ലേ? അതെ അതെ, കമന്റ്സിലൂടെ വേണം നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ. കാരണം ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും, അതൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. അന്നേരം ഞങ്ങൾ 36ാമത്തെ ജില്ലയിൽ നിൽക്കുവാണ്, തേനി നിൽക്കുവാണ്. അടുത്ത ഞങ്ങൾ 37ാമത്തെ ജില്ലയിലോട്ട് പോവുകയല്ലേ, വിതുരനഗർ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. നമ്മൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് പോയാലോ? പോയേക്കാം. ടാറ്റാ, ബൈ ബൈ.